അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിലെ രാത്രികളിൽ വിശ്വാസികൾ ഉറക്കമുപേക്ഷിച്ച് നമസ്കാരത്തിലും ദുആയിലും ഖുർആൻ പാരായണത്തിലുമൊക്കെ മുഴുകിയിരിക്കുകയാണ്. ഈ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ദുആകളും നമ്മുടെ മറ്റു ഇതര സൽക്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അനുഭവിച്ച ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ബനു ഹാഷിമിനെതിരായ ഊരുവിലക്ക്. 3 വർഷം നീണ്ടുനിന്ന ആ ഉപരോധത്തിൽ അവർ വിശപ്പും പ്രയാസവും സഹിച്ചുകൊണ്ട് ക്ഷമയോടെ നിലകൊണ്ട ചരിത്രം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. ആ ബഹിഷ്കരണ കാലത്ത് ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. ചില ആളുകൾ മരങ്ങളുടെ ഇലകളും തൊലിയും വരെ ഭക്ഷിച്ചതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശപ്പിൻ്റെ കഠിനത മൂലം മരങ്ങളുടെ ഇലകൾ പോലും കഴിക്കേണ്ടി വന്നവർ, മൃഗങ്ങളുടെ ഉണക്കിയ തൊലി വെള്ളത്തിൽ നനച്ച് വേവിച്ച് അത് കഴിച്ച ആളുകൾ വേറെയും. വിശപ്പിനെ തുടർന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം പോലും മലയുടെ പുറത്തുള്ള ആളുകൾ കേട്ടിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ എന്തുമാത്രം ഭയാനകരമായ അവസ്ഥയാണ് അന്നവർ നേരിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ആ ഒരു ഊരുവിലക്ക് അത് അവസാനിച്ചതോടെ പ്രവാചകൻ നേരിട്ട പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല. മറിച്ച് പ്രവാചക ഹൃദയത്തെ കൂടുതൽ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് അതിനുശേഷം മക്കയിൽ അരങ്ങേറിയത്. അതിലാദ്യത്തേതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താങ്ങും തണലുമായി വർത്തിച്ച തൻ്റെ എല്ലാമായ പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മരണം. അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. ദുഃഖവർഷം എന്ന പേരിൽ ചരിത്രം ഈ ഒരു വർഷത്തെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഊരുവിലക്കിന് ശേഷമുള്ള പ്രവാചക ജീവിതത്തിലെ ആ ദുഃഖകരമായ ഘട്ടങ്ങളിലേക്ക് കടന്ന പശ്ചാത്തലം, അതിലേക്കാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഊരുവിലക്ക് അവസാനിച്ചതോടെ ഖുറൈശികളുടെ ഐക്യം തകരാൻ തുടങ്ങി. അവരുടെ ഇടയിൽ ഭിന്നതയും ഛിദ്രതയും ഉടലെടുത്തു. പരസ്പരം കുറ്റപ്പെടുത്തലുകളും തർക്കങ്ങളും ഉയർന്നു വന്നു. ഇതുവരെ അവർ ഒരുമിച്ചു നിന്നിരുന്നു എങ്കിലും ഈ സംഭവത്തിന് ശേഷം അവരുടെ നിലപാടുകൾ തമ്മിൽ ഭിന്നതയുണ്ടായി. അതേസമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ക്ഷമയും സഹനവും ഖുറൈശികൾക്ക് വ്യക്തമായി കാണാനും സാധിച്ചു. 3 വർഷത്തെ പട്ടിണിയും ഉപരോധവും സഹിച്ചിട്ട് പ്രവാചകനും അനുയായികളും സത്യത്തിൽ നിന്ന് ഒരല്പം പോലും പുറകോട്ട് പോയിട്ടില്ല എന്നത് ഖുറൈശികൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സംഭവമായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ധൈര്യത്തോടുകൂടി ഉറച്ച നിലപാടോടുകൂടി പ്രവാചകനും അനുയായികളും നിലകൊള്ളുന്നതാണ് ഖുറൈശികൾ പിന്നീട് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവൻ്റെ മതത്തെ ചിലപ്പോൾ ഒരു നീചനായ വ്യക്തിയെ കൊണ്ടും ശക്തിപ്പെടുത്തും. ഈ പ്രവാചക വചനത്തിൻ്റെ അർത്ഥം പ്രകടമാകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഖുറൈശികൾ തയ്യാറാക്കിയ അനീതിയുടെ ആ ഒരു കരാർ. ആ കരാർ പിന്നീട് അവരിൽ നിന്ന് ചില ആളുകൾ തന്നെയാണ് അതിനെ എതിർത്തുകൊണ്ട് കീറി നശിപ്പിച്ചു കളഞ്ഞത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാത്ത ആളുകളെപ്പോലും ദീനിൻ്റെ സഹായത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന സത്യം ഇവിടെ നമുക്കിതിലൂടെ തെളിഞ്ഞു കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മക്കയിലെ ഉപരോധം അവസാനിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുറന്ന നിലയിൽ ജനങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി. അബൂ ത്വാലിബ് പതിവ് പോലെ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് തടയുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവസ്ഥ അത് അധിക നാൾ മുന്നോട്ട് പോയില്ല. പ്രവാചകനെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന അബൂ ത്വാലിബിന് രോഗം പിടികൂടുകയും അത് ക്രമേണ ശക്തമാവുകയും അദ്ദേഹം മരണാസന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മറ്റൊരു കഠിനമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അബൂ ത്വാലിബിൻ്റെ രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയും ശക്തമാവുകയും ചെയ്തപ്പോൾ ഖുറൈശികൾ തമ്മിൽ പരസ്പരം കൂടിയാലോചിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഹംസയും ഉമറും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മുഹമ്മദിൻ്റെ സന്ദേശം ഖുറൈശികളുടെ പല ഗോത്രങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അബൂ ത്വാലിബിൻ്റെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നമുക്ക് ആവശ്യപ്പെടാം. ചില കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഖുറൈശികളിലെ പ്രമുഖരായ ഏകദേശം 25 ആളുകൾ അബൂ താലിബിൻ്റെ അടുക്കിലേക്ക് ചെന്നു. അവരുടെ കൂട്ടത്തിൽ ഉത്ബത്ത് ബിൻ റബിയ, ഷെയ്ബത്ത് ബിൻ റബിയ, അബൂ ജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ്, അബൂ സുഫിയാൻ ബിൻ ഹർബ്, ആസിബ് ബിൻ വായിൽ, അങ്ങനെ പല പ്രമുഖ ഖുറൈശി നേതാക്കളും ആ 25 ആളുകളിലുണ്ടായിരുന്നു. അവർ അബൂ താലിബിനോട് പറഞ്ഞു, അല്ലയോ അബൂ താലിബ്, നിങ്ങൾ ഞങ്ങളുടെ വലിയ ആളും നേതാവുമാണ്. ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സഹോദരപുത്രൻ്റെ കാര്യത്തിൽ ഞങ്ങളോടും അവനോടും തമ്മിലൊരു നീതിപൂർവമായ തീരുമാനം നിങ്ങൾ എടുക്കണം. ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ ആക്ഷേപിച്ചു പറയുന്നത് അവൻ നിർത്തണം. അങ്ങനെ ചെയ്താൽ മുഹമ്മദിനെയും മുഹമ്മദ് ആരാധിക്കുന്ന ദൈവത്തെയും ഞങ്ങൾ വെറുതെ വിടാം. ഇത് കേട്ടപ്പോൾ അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. പ്രവാചകൻ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരപുത്ര, നിൻ്റെ ജനതയിലെ പ്രമാണിമാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നിൻ്റെ കാര്യത്തിലാണ് അവർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർ നിനക്ക് ചിലത് നൽകാനും നീ അവർക്ക് ചിലത് നൽകാനും വേണ്ടിയാണ് അവർ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അവരുടെ ആരാധ്യ വസ്തുക്കളെ നീ ആക്ഷേപിച്ച് പറയുന്നത് നിർത്തിയാൽ നിന്നെയും നിൻ്റെ ആരാധനയും അവർ വിട്ടുതരാമെന്നാണ് അവർ പറയുന്നത്. അവർ നിന്നോട് നീതിയുടെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ അത് സ്വീകരിച്ചു കൊള്ളണം. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ സമ്മതിക്കുമോ? ആ വാക്ക് നിങ്ങൾ സ്വീകരിച്ചാൽ അതിലൂടെ അറബികളെ മുഴുവൻ കീഴടക്കാനും അനറബികൾ നിങ്ങളുടെ കീഴിൽ വരാനും അത് മുഖേന സാധിക്കും. ഇത് കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, അതെ, നിൻ്റെ പിതാവാണ് സത്യം. 10 വാക്ക് വേണമെങ്കിലും ഞങ്ങൾ പറയാം. ഏതാണ് ഞങ്ങൾ പറയേണ്ട ആ വാക്ക്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ഇത് കേട്ടപ്പോൾ അവർ പരിഹാസത്തോടുകൂടി കൈകൊട്ടിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, എല്ലാ ദൈവങ്ങളെയും നീ ഒരൊറ്റ ദൈവമാക്കുകയാണ്. തീർച്ചയായും ഇത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന്. അതിനുശേഷം അവർ പറഞ്ഞു, നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. സഹോദരങ്ങളെ, മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവ ആരാധനയുടെ സന്ദേശം തുറന്നു പറഞ്ഞപ്പോൾ ഖുറൈശി നേതാക്കൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നു. അവരുടെ അഹങ്കാരവും അവരുടെ ഹൃദയത്തിലെ പിടിവാശിയും കാരണം അവർ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവരുടെ ആ ഒരു സ്വഭാവത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഏതാനും സൂക്തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 1 മുതൽ 7 വരെയുള്ള സൂക്തങ്ങൾ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സ്വാദ് വൽ ഖുർആനി ദിദ്ദിഖർ, സ്വാദ് ഉത്ബോധനത്തിൻ്റേതായ ഖുർആൻ തന്നെയാണ് സത്യം. ബലില്ലദീന കഫറൂ ഫി ഇസ്സത്തിൻ വശിഖാഖ്, പക്ഷേ അവിശ്വസിച്ചിട്ടുള്ളവർ ഊറ്റത്തിലും ചേരിപിരിവിലുമാകുന്നു. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസ്, അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ വിളിച്ച് രക്ഷയ്ക്ക് അപേക്ഷിച്ചു. അത് ഓടി രക്ഷ പ്രാപിക്കുന്ന അവസരമല്ല താനും. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും, അവർക്ക് തങ്ങളിൽ നിന്ന് ഒരു മുന്നറിയിപ്പുകാരൻ വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുന്നു.
വഖാൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. ആ വിശ്വാസികൾ പറയുകയും ചെയ്യുന്നു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്ന്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, പല ദൈവങ്ങളെ ഇവൻ ഒരേ ദൈവമാക്കിയിരിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, നിശ്ചയമായും ഇത് അത്യാശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. വൻതലക്കൽ മലഉ മിൻഹും അനിംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും, അവരിൽ നിന്നുള്ള പ്രധാനികൾ ഇങ്ങനെ പറഞ്ഞു, സ്ഥലം വിടുകയും ചെയ്തു, നടക്കുവിൻ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളിൽ ഉറച്ചു നിന്ന് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുവിൻ. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, നിശ്ചയമായും ഇത് ഉദ്ദേശപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖുൻ, ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. സഹോദരങ്ങൾ, ഇവിടെ ഖുറൈശി നേതാക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കള്ളവാദി എന്നും ജാലവിദ്യക്കാരൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ, പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയാണോ മുഹമ്മദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണ് അവരുടെ പ്രശ്നം. അള്ളാഹുവിൽ നിന്ന് ഇതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർ മനുഷ്യരിലേക്ക് സന്ദേശം കൈമാറിയ ആ ഒരു രീതി, അതെല്ലാം അവർ പൂർണ്ണമായി നിഷേധിച്ചിരുന്നില്ല എന്ന് ഇതിനൊരിക്കലും അർത്ഥമില്ല. ഖുറൈശി നേതാക്കളുടെ യഥാർത്ഥ പ്രശ്നം ഇവിടെ ഒരു വ്യക്തിയോടല്ല, മറിച്ച് അവർക്കുണ്ടായിരുന്ന പ്രശ്നം മുഴുവനും അത് അള്ളാഹുവിൻ്റെ സന്ദേശത്തോടായിരുന്നു. അതാണ് തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ അധ്യായത്തിൽ വ്യക്തമാക്കിയത്. ബൽഹും ഫീ ശക്കിൻ മിൻ ദിക്രി, അല്ല, അവർ എൻ്റെ ഉത്ബോധനത്തെക്കുറിച്ചും സംശയത്തിലാണ് എന്ന്. അപ്പോൾ അവർക്ക് സംശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ചല്ല, അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശത്തെക്കുറിച്ചാണ്, അതിലടങ്ങിയിട്ടുള്ള ഉപദേശത്തെക്കുറിച്ചാണ്, ഉത്ബോധനത്തെക്കുറിച്ചാണ് അവരുടെ എതിർപ്പും അവരുടെ വിരോധവുമുള്ളത്. ഖുർആനിനെയും ദൈവിക മാർഗനിർദ്ദേശത്തെയും അംഗീകരിക്കാൻ അവരൊരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വ്യത്യസ്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം ഒരു കവിയാണ്, മറ്റൊരു സമയത്ത് അദ്ദേഹം ഒരു ജാലവിദ്യക്കാരനാണ്, ചിലപ്പോൾ അദ്ദേഹം കള്ളം പറയുന്നവനാണ്. അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ആരോപണങ്ങളാണ് പ്രവാചകനെക്കുറിച്ച് അവർ പലപ്പോഴായി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവർ പറഞ്ഞ ഈ ആരോപണങ്ങളെല്ലാം അതൊരു സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി പറഞ്ഞ ആക്ഷേപങ്ങളല്ല, മറിച്ച് ഈ പ്രസ്താവനകൾ മുഴുവൻ അവർ നടത്തിയത് സത്യം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. മനുഷ്യൻ സുരക്ഷിതത്വത്തിലും സമ്പത്തിലും മതിമറന്ന് ജീവിക്കുമ്പോൾ പലപ്പോഴും അവന് അഹങ്കാരം പിടികൂടും. അന്നേരം അവൻ തൻ്റെ ശക്തിയും സമൂഹത്തിൻ്റെ പിന്തുണയുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് സത്യത്തെ നിഷേധിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യം ചെറിയ രൂപത്തിൽ ഒരിക്കൽ അവനൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിലപാട് മാറുകയും ചെയ്യും. ഖുറൈശി നേതാക്കളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. അവർ സമ്പന്നരാണ്, അവർ ശക്തരാണ് എന്ന് അവർ സ്വയം കരുതി. മക്കയിലെ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിചാരിച്ചു, മുഹമ്മദ് പറയുന്ന ഈ ഒരു സന്ദേശം നാം തള്ളിക്കളഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവർക്ക് ചരിത്രം പാഠമാകേണ്ടതായിരുന്നു. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ മുമ്പ് എത്രയോ ജനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത, ആദ് ജനത, സമൂദ് ജനത, ഇവരെല്ലാം ശക്തിയും സമ്പത്തും ഉണ്ടായിരുന്ന, അതെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് അഹന്ത പ്രകടിപ്പിച്ച ഒരു ജനതയായിരുന്നു. പക്ഷേ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ ബാധിക്കുകയും ആ ശിക്ഷയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയും അവർക്ക് പിന്നീട് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസ്. അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു, അപ്പോൾ അവർ വിളിച്ചു രക്ഷയ്ക്ക് അപേക്ഷിച്ചു, അത് ഓടി രക്ഷ പ്രാപിക്കുന്ന ഒരു അവസരം അല്ല താനും. സഹോദരങ്ങളെ, ഈ സൂക്തങ്ങൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, അത് സത്യത്തെ നിഷേധിക്കുന്നവരുടെ വാദങ്ങൾ എപ്പോഴും ബുദ്ധിപരമായി കൊള്ളണമെന്നില്ല. അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ ആ നിഷേധത്തിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയം സത്യത്തിന് കീഴൊതുങ്ങാതെ വരുമ്പോൾ മനുഷ്യൻ ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തിക്കൊണ്ട് ആ സത്യത്തെ തള്ളിക്കളയാൻ വേണ്ടി പരിശ്രമിക്കും. ഖുറൈശി നേതാക്കൾക്ക് സംഭവിച്ചത് അതായിരുന്നു. അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത വളരെ നന്നായി അറിയാമായിരുന്നു. പ്രവാചകൻ്റെ കുട്ടിക്കാലം മുതൽ
അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അദ്ദേഹത്തെ അവർ കള്ളൻ പറയുന്നവനെന്ന് മുദ്രകുത്തി. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം വരുമ്പോൾ മനുഷ്യൻ്റെ രക്ഷ അതിനെ അംഗീകരിക്കുന്നതിലാണ് നിലകൊള്ളുന്നത് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ, അത് പ്രകടിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അഹങ്കാരവും പിടിവാശിയും മനുഷ്യനെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഖുറൈശി നേതാക്കളുടെ ചരിത്രം അത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ആ ചരിത്രം ഓരോ കാലത്തെയും മനുഷ്യർക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. ദൈവിക സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയം വിനയത്തോടുകൂടി അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും സഹോദരങ്ങളെ തയ്യാറാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഒരു ദിവസം കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ പിന്നീട് സമയം നമുക്ക് ലഭിച്ചു എന്ന് വരണമെന്നില്ല. അബൂ താലിബും മക്കയിലെ പ്രമാണിമാരുമായുള്ള സംഭാഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആ ആദർശത്തിലുള്ള ഉറച്ച നിലപാട് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും തനിക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്താലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായിരുന്നില്ല. ഇതായിരുന്നു ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനവും ശക്തിയും. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങളും പീഡനങ്ങളും സഹിച്ചു. എന്നാൽ അവർ ഒരിക്കലും തളർന്നില്ല. സത്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ല. ക്ഷമയും വിശ്വാസവും കൊണ്ടാണ് അവർ ഈ ഒരു പ്രയാസങ്ങളെ മുഴുവൻ അതിജീവിച്ചത്. സംഭവ ബഹുലമായ ഈ ഒരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന സത്യമാണ്. അള്ളാഹുവെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും വഴിയിൽ നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നീ കനിഞ്ഞു നൽകണേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അനുസരണവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യണമേ. നാളെ നിൻ്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം പ്രവാചകന്മാരുടെയും സത്യസന്ധന്മാരുടെയും ഒക്കെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.